വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ എന്ന് പറയുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് കേട്ടോ. ബയോളജിയാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും മാക്സിമം എല്ലാ ദിവസവും 8, 9, 10 ക്ലാസ് എടുക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും ഇടാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബയോളജി ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ചെറിയ ഒരു പോർഷനാണ്, അതായത് ഒരു ഭാഗം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടും. അതുവഴി മുൻ വർഷങ്ങളിൽ SSLC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ കൂട്ടത്തിൽ തന്നെ നമുക്കങ്ങ് നോക്കിപ്പോം. കുറേശ്ശെ പോർഷൻസ് പഠിച്ചാൽ മതി, നമുക്ക് ആവശ്യം പോലെ സമയമുണ്ട്. ആദ്യമേ കുറേശ്ശെ കാര്യങ്ങൾ അങ്ങ് പഠിക്കുകയാണെങ്കിൽ അവസാനത്തേക്ക് നമ്മുടെ ജോലി കുറേയൊക്കെ അങ്ങ് ഒതുങ്ങി നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആനുവൽ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുന്നതിനേക്കാളും ഇപ്പോഴേ കുറേശ്ശെ അങ്ങ് പഠിച്ചങ്ങ് പോവാം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നോക്കിപ്പോകാം. ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് ഇതാണ്. കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കാണും. ടെക്സ്റ്റ് പഴയ ചേച്ചിമാരുടെയോ ചേട്ടന്മാരുടെയോ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിച്ച് കാണും. അല്ലെങ്കിൽ PDF നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും സമഗ്രയുടെ ടെക്സ്റ്റ് സൈറ്റിൽ നിന്നും. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് വല്ല അറിയാമോ? സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. എങ്കിലും നമ്മളെല്ലാത്തിൻ്റെയും മലയാളം കാര്യങ്ങളും കൂടിയൊക്കെ എന്ത് ചെയ്യും പറഞ്ഞ് പോകും. ഇത് PSCക്ക് പഠിക്കുന്ന വലിയ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നോർമലി ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനേക്കാൾ ഒരു ശകലം കൂടെ സ്പീഡിലായിരുന്നു ഞാൻ പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഇപ്പോഴും കമൻറ്റുകൾ ഇങ്ങനെ തുരുതുരാ വന്നോട്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ പഠിപ്പിച്ചാൽ പിള്ളേർക്ക് ഇങ്ങനെ മനസ്സിലാവും, നോട്ട് എന്തുവാ നിങ്ങൾ കാണിക്കുന്നത്, എന്താ യു ഗോ ഗേൾ എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള കമൻറ്റൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും ബയോളജി പ്രയാസമുള്ളവരുണ്ടോ? ബയോളജി സയൻസിലെ 3 എണ്ണത്തിനും അത്യാവശ്യം എളുപ്പമുള്ള ചാപ്റ്ററാണ്. കാരണം സബ്ജക്റ്റാണ്, എളുപ്പമുള്ള ചാപ്റ്ററല്ല, എളുപ്പമുള്ള സബ്ജക്റ്റാണ്. കാരണം അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കൊക്കെ പഠിക്കുന്നവർക്ക് ബയോളജിക്ക് 40-ൽ എങ്ങനെ പോയാലും ഒരു 38, 37, 38 റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റും, ഷുവറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് വാങ്ങിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ വേണം ആദ്യമേ പഠിക്കാൻ. അത് ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രം നിങ്ങളുടെ ഉത്സാഹം പോരാ, ബാക്കിയുള്ള ക്ലാസ്സുകളിൽ അവസാനം വരെയും വേണം. ഇത് വലിയ അതായത് മുൻ കാലങ്ങളിലെ പോലെ ഇപ്പോൾ അങ്ങനെ വലിയ പ്രയാസമുള്ള കാര്യങ്ങൾ നിങ്ങളൊരു ശകലം ഒന്ന് ശ്രമിച്ചാൽ മതി കേട്ടോ. നല്ല മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ചുമ്മാ വെറുതെ ഇരുന്ന് തള്ളുവല്ല, അത് സത്യമാണ്. അപ്പോൾ നമുക്ക് നോക്കിയേട്ടോ മക്കളെ, സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ്. ഇവിടെ കുറേ കുട്ടികൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചിലർ മാങ്ങ കഴിക്കുന്നു, ചിലർ വെള്ളം കുടിക്കുന്നു, ഇതേ ഒരു കൊച്ചൊരു ഒച്ചിനെയൊക്കെ തൊടാൻ പോകുന്നു. അങ്ങനെ പല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതായത് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുള്ള മാറ്റങ്ങളോടൊക്കെ പ്രതികരിക്കുമല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരാൾ പുറകിൽ നിന്ന് തോണ്ടും, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനോട് പ്രതികരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലും എന്തുണ്ട്, പല പ്രതികരണങ്ങളും സംഭവിക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രതികരണങ്ങളെയൊക്കെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അതായത് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച്, നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പറയുന്നത് മക്കളെ. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട്, നോർമലി നമ്മുടെ ഗവൺമെൻറ് കേരള സിലബസിലെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ്സസ് ഭയങ്കര അടിപൊളി ക്ലാസ്സസൊക്കെ എടുക്കുന്നുണ്ട് 3D ആയിട്ട്. പക്ഷേ ഞാനൊരിക്കലും എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ അത്രയും വൈഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കണം. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകാം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളെന്ന് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ തീർച്ചയായിട്ടും ഈ ക്ലാസ് ഉപകരിക്കുമെന്നുള്ളതിന് ഞാൻ 100% ഗ്യാരണ്ടി പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കുട്ടികൾ എന്തൊക്കെയാണ്, ചൈൽഡ് ടേസ്റ്റിങ് മാംഗോ, എ സ്നെയിൽ വിഡ്രോയിങ് ഇറ്റ്സ് ബോഡി ഇൻ ടു ദ ഷെൽ വെൻ ഇറ്റ് ഈസ് ടച്ച്ഡ്. അതുകൊണ്ട് ഇവിടെ ഒരു ഒച്ചുണ്ട്. ഒച്ചിന് നമുക്കറിയാമല്ലോ, അതിനകത്തുനിന്ന് ഇങ്ങനെ ഒരു വളവളാന്നിരിക്കുന്ന ഒരു ജീവിയാണ്. ഒട്ടുമിക്ക എല്ലാവരും കാണും. നോർമലി അങ്ങനെ ആരും എടുത്തിട്ടൊന്നും പോകത്തില്ല. പിന്നെ ചില കുട്ടികളൊക്കെ എടുത്ത് തോണ്ടിയൊക്കെ എറിയാറുമുണ്ട്. പോട്ടെ, അതിനെ തൊടുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒച്ച എന്ത് ചെയ്യും, ആ ഒരു ഷെല്ലിനുള്ളിലോട്ട് അതിൻ്റെ ബോഡി എന്ത് ചെയ്യും, അങ്ങ് വിഡ്രോ ചെയ്യും. ആ ജീവിയിൽ ഒരു മാറ്റം അവിടെ സംഭവിച്ചു. നമ്മൾ തൊട്ടപ്പോൾ എന്ത് ചെയ്തു, അത് ഉള്ളിലോട്ട് ഇങ്ങനെ വിഡ്രോ ചെയ്തു. അതുപോലെ നമ്മൾ തൊട്ടാവടി തൊടുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ ഇല അങ്ങ് മടങ്ങും. അതുപോലെ തന്നെ നമ്മൾ ചൂട് ചന്ദനത്തിരിയിലോ കൊതുകുതിരിയിലോ ഒക്കെ അറിയാണ്ട് നമ്മുടെ കാലോ കയ്യോ ഒന്ന് തട്ടിക്കഴിഞ്ഞാലോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൈയും കാലും ഒക്കെ പുറകോട്ട് വലിക്കും. ഇതൊക്കെ എന്തിനാ മക്കളെ ഉദാഹരണം, പ്രതികരണങ്ങൾക്ക് ഉദാഹരണമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ചൂട് ചന്ദനത്തിരി തൊടുന്നതുമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തണുത്ത വസ്തുവിനകത്ത് നമ്മൾ പെട്ടെന്ന് തൊടുന്നതും, അതൊക്കെ കൂടാതെ
ബാക്കി എന്തൊക്കെ പ്രതികരണങ്ങളുണ്ട്? നമുക്കിപ്പോൾ എന്തിൻ്റെയെങ്കിലും സ്മെല്ല്, ഗന്ധം, അതുപോലെ നമുക്ക് വിശപ്പ്, ദാഹം, അല്ലെങ്കിൽ ചൂട്, തണുപ്പ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ത്തിനോടൊക്കെ നമ്മൾ പ്രതികരിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മുടെ ശരീരത്തിൽ നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണ്? ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്നാണ് കേട്ടോ, അല്ലെ സ്റ്റിമുലൈ. അപ്പോൾ എന്താണ്? ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ചൂട്, ഇപ്പം കൊതുകിൻ്റെയൊക്കെ ഇപ്പോൾ ആവശ്യം പോലെ കൊതുകൊക്കെ കടിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൊതുകുതിരിയൊക്കെ വല്ലവിടെയൊക്കെ വെക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, കാലറിയാണ്ട് എന്ന് തട്ടും. പോട്ടെ, നമ്മുടെ കാല് അറിയാണ്ട് നമ്മുടെ മുട്ടിൻ്റെ ഭാഗമൊക്കെ നമ്മുടെ കട്ടിലേലോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തെ അടിച്ചാലുള്ള ഒരു വേദന ഉണ്ടല്ലോ, അയ്യോ, അത് എന്താണ് മക്കളെ? ഒരു ഉദ്ദീപനം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലൈ എന്ന് പറയാം കേട്ടോ. STIMULI. അപ്പോൾ എന്താണ് ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലസ്? നോക്കാം. ദ സെൻസസ് ദാറ്റ് എവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം ആർ കോൾഡ് സ്റ്റിമുലൈ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം 1-2 മിനിറ്റ് എന്ത് ചെയ്തത്, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് എടുത്തത്. നമ്മളിങ്ങനെ എപ്പോഴും അങ്ങ് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോറല്ലേ. പക്ഷേ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇങ്ങനെ എപ്പോഴും അങ്ങനെ വിശേഷം പറഞ്ഞ് ഇങ്ങനെ മടുപ്പിക്കത്തൊന്നുമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ച് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എന്തുമായിരുന്നു? സ്റ്റിമുലസ് എന്താണ്, സ്റ്റിമുലൈ എന്താണ്? ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെ വിളിക്കുന്ന പേരാണ് ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലസ്. മനസ്സിലായോ? അതായത് നമ്മളിപ്പം പറഞ്ഞല്ലോ, ഇപ്പം ചൂടുള്ള ഒരു വസ്തുവിൽ നമ്മൾ കൈ തട്ടുന്ന സമയത്ത് നമുക്കൊരു പ്രതികരണം ഉണ്ടായി. ആ പ്രതികരണത്തിന് കാരണമായത് എന്തുവാ? ആ ചൂടുള്ള വസ്തുവല്ലേ. അതായത് പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രേരണയെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾ. അപ്പോൾ എന്താണ് സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്നുള്ളത് മനസ്സിലായല്ലോ. അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സെൻസസ് ദാറ്റ് എവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം ആർ കോൾഡ് സ്റ്റിമുലൈ. അപ്പോൾ മക്കൾ ഒന്നുകിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് അത് വായിച്ച് നോക്കണം, അല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്തിട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. അതൊക്കെ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട്, നമ്മുടെ സറൗണ്ടിങ്സിലുമുള്ള ഒരുപാട് സ്റ്റിമുലസിനെ നമ്മൾ തിരിച്ചറിയാറുണ്ട്. എന്തെങ്കിലും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെയൊക്കെ തന്നെ, ഇപ്പോൾ ഇടി വെട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് എൻവയോൺമെൻറ്റിൽ നടക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു നാക്കിൻ്റെ ചിത്രവും അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് കുറച്ച് സെൽസ് ഇങ്ങനെ പ്രത്യേകം വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇതെന്തുവാന്ന് മനസ്സിലായോ? അതായത് നമ്മൾ പറഞ്ഞു ഈ സ്റ്റിമുലസ് എന്ന് പറഞ്ഞല്ലോ, അതായത് എന്താ, നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പ്രതികരണത്തിന് കാരണമാകുന്നുള്ള പ്രേരണകളെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു അല്ലേ. ഈ പറഞ്ഞ സ്റ്റിമുലസിനെ നമ്മുടെ ശരീരം സ്വീകരിക്കണ്ടേ? ഈ സ്റ്റിമുലസിനെ അല്ലെങ്കിൽ ഉദ്ദീപനത്തിനെ സ്വീകരിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള പ്രത്യേക തരം കോശങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സ്റ്റിമുലസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പെട്ടെന്നുള്ളൊരു മാറ്റത്തിന് കാരണമാകുന്നത് എന്താണോ അതാണ് എന്ത്? സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം. ഈ ഉദ്ദീപനത്തിനെ റിസീവ് ചെയ്യുന്നത് ആരാണ്? സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന ആരാണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിലുള്ള പ്രത്യേക കോശങ്ങളാണ്. അവരെ വിളിക്കുന്ന പേരാണ് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ. കണ്ടോ, സ്പെല്ലിങ് നോക്കിയാട്ടെ, RECEPTORS, റിസപ്റ്റേഴ്സ്. റിസപ്റ്റേഴ്സ് ആണ് ഈ പറഞ്ഞ സ്റ്റിമുലസിനെ എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്, റിസീവ് ചെയ്യുന്നത്. ഈ റിസപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ റിസപ്റ്റേഴ്സ് ഈ സ്റ്റിമുലസിനെ സ്വീകരിച്ചിട്ട് മെസ്സേജ് നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ബ്രെയിനാണ് പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ചൂട് വസ്തുവിൽ തട്ടി, അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കൈ പൊള്ളും. അതായത് ചൂട് വസ്തുവിൽ നമ്മൾ ഇപ്പം നമ്മുടെ വിരൽ തട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്കിന്നിലുള്ള റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ആ ചൂടെന്നുള്ള ആ ഒരു സ്റ്റിമുലസിനെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും? ബ്രെയിനിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ ബ്രെയിന് മനസ്സിലാവും എന്ത് ചെയ്തു? അയ്യോ, അതാ ചൂടുള്ള വസ്തുവിൽ തട്ടി, കൈ മാറ്റുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കൈ എന്ത് ചെയ്യുന്നത്? പിറകോട്ട് വലിക്കുന്നത്. ചൂടുള്ള വസ്തുവിൽ തട്ടിയിട്ട് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് ബ്രെയിനിൽ കൊണ്ട് കൊടുത്തിട്ടാണോ തിരിച്ച് നമ്മൾ കൈ വലിക്കുന്നത്? അല്ല. ഇതൊക്കെ വളരെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? സ്റ്റിമുലസ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്താണെന്നുള്ളത് മനസ്സിലായി. ജീവികളുടെ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് പറഞ്ഞത് റിസപ്റ്റേഴ്സ്. വാട്ട് ആർ റിസപ്റ്റേഴ്സ്? വാട്ട് ഈസ് ദെയർ ഇമ്പോർട്ടൻസ്? അപ്പോൾ റിസപ്റ്റേഴ്സ് എന്താണ്? റിസപ്റ്റേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് റിസീവിങ് സ്റ്റിമുലസ്. സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ കഴിയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിസപ്റ്റേഴ്സ്. മക്കളെ, ഈ റിസപ്റ്റേഴ്സ്
നോക്കിയാട്ടെ, ദേ റിസീവ് സ്റ്റിമുലൈ ആൻഡ് ജനറേറ്റ് സ്യൂട്ടബിൾ ഇമ്പൾസസ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? ഈ റിസപ്റ്റേഴ്സ് സ്റ്റിമുലസ് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ കേട്ടോ. ഈ ഇമ്പൾസ് എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിനിൽ പോവും. എന്നിട്ടാണ് നമ്മുടെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതായത് ഏതൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ സംഭവങ്ങൾ നടന്നിട്ട്. ഏത് സംഭവമാണ്? സ്റ്റിമുലസ്, അതിനെ ആര് റിസീവ് ചെയ്യും? റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഇമ്പൾസ് ഫോം ചെയ്യും. ആ ഇമ്പൾസ് ബ്രെയിനിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ പല പല കാര്യങ്ങളും നടത്തുന്നത് കേട്ടോ. Normally, responses occur when the impulses generated by the receptors on receiving the stimuli reach the brain. അതാണ് നമ്മളിപ്പം പറഞ്ഞത്. നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്ത സ്റ്റിമുലസ് കാരണം ഒരു ഇമ്പൾസ് ഉണ്ടാവും. അത് ബ്രെയിനിൽ എത്തുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് കാര്യങ്ങളോട്. The nervous system controls and coordinate these actions. ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും? നെർവസ് സിസ്റ്റമാണ്. അപ്പം നമ്മൾ നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഏകോപിപ്പിക്കുന്നതും ആരാണ്? നാഡീവ്യവസ്ഥയാണ്. ഇവിടെ നോക്കിയാട്ടെ, നെർവസ് സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബ്രെയിനും സ്പൈനൽ കോഡും നെർവ്സും ചേരുന്നതാണ്. ഇനി ഇതിനകത്ത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ നാഡീവ്യവസ്ഥയിലെ ഏറ്റവും ഫങ്ഷണൽ യൂണിറ്റ്, ബേസിക് യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്നറിയാമോ? നെർവ് അല്ലെങ്കിൽ ന്യൂറോൺ. നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ ആണ് നെർവ് സിസ്റ്റത്തിലെ ഏറ്റവും ബേസിക് ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ്. മനസ്സിലായോ? ഇത് 2018 ആനുവൽ എക്സാമിന് ന്യൂറോണിൻ്റെ ഡയഗ്രാം റീഡ്രോ ചെയ്യാനും 1-2 1 വേർഡ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് പോർഷനാണ് കേട്ടോ. അതായത് ഈ ന്യൂറോണിൻ്റെ നമ്മൾ ഡയഗ്രാം പഠിക്കണം. അതുപോലെ തന്നെ മക്കളെ, ബയോളജിക്കകത്ത് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു ഡയഗ്രാം തന്നിട്ട് അത് റീഡ്രോ ചെയ്തിട്ട് ABC എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു പിരിവ് ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് അതിൻ്റെ ആൻസർ അതിനകത്ത് അടയാളപ്പെടുത്താൻ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഒട്ടുമിക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡയഗ്രാംസും വരയ്ക്കാനും അതിനകത്തുള്ള പാർട്സ് അടയാളപ്പെടുത്താനും നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഐശ്വര്യമായിട്ട് ബയോളജിയിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡയഗ്രാം ആരുടെയാണ്? ന്യൂറോണിൻ്റെയാണ്. ഇതുവരെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എന്താണ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു, എന്താണ് റിസപ്റ്റേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. മനസ്സിലായല്ലോ ആ കാര്യങ്ങളൊക്കെ? ഇനി നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന എന്തിനെക്കുറിച്ചാണ്? ന്യൂറോണിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ റെസ്പോൺസസും സ്റ്റിമുലസിന് ആ പ്രവർത്തനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നെർവസ് സിസ്റ്റമാണ്. ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റാണ് ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് പറയുന്നത്, നാഡീകോശം കേട്ടോ. അപ്പോൾ ഈ ന്യൂറോണിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2018-19 വർഷത്തിൽ ആനുവൽ എക്സാമിന് ചോദിച്ച ഡയഗ്രമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളിയായിട്ട് ഈ ഒരു ഡയഗ്രവും ഇതിൻ്റെ പാർട്സും ഓരോന്നിൻ്റെ ഫങ്ഷനും നല്ല വൃത്തിയായിട്ട് അങ്ങ് പഠിക്കാം കേട്ടോ. അങ്ങനെ ആധികാരികമായിട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ന്യൂറോണാണ് എന്ത്? നെർവസ് സിസ്റ്റത്തിൻ്റെ, നാഡീവ്യവസ്ഥയുടെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചറാണ് മക്കളെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയാട്ടെ, എന്തൊക്കെയാണ് ഇവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്? വലിയ പാടൊന്നുമില്ല കേട്ടോ, വളരെ ഈസിയാണ്. ഇവിടെ നോക്കിയ ഒരു തലയും ഒരു വാലും ഇടയ്ക്ക് ഇങ്ങനെ നീണ്ടെന്തോ ഇരിക്കുന്നത് കണ്ടോ? അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ തല പോലെ ഇരിക്കുന്നു, പിന്നെ ഇങ്ങനെ മുടി പോലൊക്കെ ഇങ്ങനെ ഒരു നീണ്ട തന്തുക്കൾ ഇങ്ങനെ കാണുന്നു, ഒരു നാര് പോലൊക്കെയുള്ള ഭാഗങ്ങൾ കണ്ടോ? അപ്പോൾ നമുക്ക് ഒരു ഭാഗത്തു നിന്ന് നോക്കാം. മക്കളെ ശ്രദ്ധിക്കണം, ഈ ന്യൂറോൺ ഒരു ന്യൂറോൺ, അതായത് ഒരു തലയുണ്ട് ഒരു വാലുമുണ്ട്. ഈ വാല് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു തലയും ഒരു വാലും, പിന്നെ അപ്പുറത്തൊരു തലയും ഒരു വാല്. അതായത് ഒന്നിൻ്റെ തല മറ്റൊന്നിൻ്റെ വാലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നിൻ്റെ വാല് മറ്റൊന്നിൻ്റെ തലയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കി വെക്കണേ. കാരണം ഇങ്ങനെ ഈ ന്യൂറോൺസ് ഇങ്ങനെ ഒന്നിനൊന്നിങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ശരീരം മുഴുവനും ഉള്ളത്. അതിനകത്ത് ഒരെണ്ണം വലുതാക്കി കാണിച്ചേക്കുക. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മുടെ ജീവനുള്ള ഏതൊരു വസ്തുവിൻ്റെയും അടിസ്ഥാന ഘടകം എന്താ? കോശങ്ങളല്ലേ. ഈ കോശങ്ങൾ ചേർന്നിട്ടല്ലേ ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. കെമിക്കലി, രാസപരമായിട്ട് നമ്മളൊരു പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് പറഞ്ഞാൽ എന്താണ്? ആറ്റമാണ്. അതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ തലയും വാലും ഒക്കെ കേട്ടെ, ഇനി കാര്യങ്ങളിലോട്ട് വരാൻ. തലയും വാലും ഒക്കെ പറഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് വല്ലതും എഴുതാൻ പറ്റുമോ? മാർക്ക് കിട്ടുമോ? ഇല്ല. അപ്പം നോക്കിയാട്ടെ, ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കണ്ടോ? ഡെൻഡ്രൈറ്റ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന തലേന്നുള്ള ചെറിയ മുടിനാര് പോലുള്ളൊരു ഭാഗം കണ്ടോ? അതിൻ്റെ ഏറ്റവും അറ്റഭാഗമാണ് മക്കളെ ഡെൻഡ്രൈറ്റ്.
അതിനുശേഷം ഒരു നീണ്ട ഭാഗം കണ്ടോ, അതാണ് ഡെൻഡ്രോൺ. മനസ്സിലായോ? ഡെൻഡ്രൈറ്റ് ആണ് ഏറ്റവും അറ്റത്ത് കാണുന്ന ആ ഭാഗം ഏതാണ്? ഡെൻഡ്രൈറ്റ് ആണ്. അതിനുശേഷമുള്ള ആ ഒരു നീണ്ട ഭാഗമാണ് ഡെൻഡ്രോൺ. നമുക്ക് തിരിച്ചു പറഞ്ഞാൽ ആ നീളമുള്ള സാധനത്തിൻ്റെ അറ്റത്തിരിക്കുന്ന സാധനമാണ് ഡെൻഡ്രൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം നമുക്ക് എന്താണ് ഡെൻഡ്രൈറ്റിൻ്റെ ഭാഗം എന്ന് നോക്കാം. ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തള്ള എന്തുവാ? ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്. അതായത് മുടി പോലെ നീണ്ടിരിക്കുന്ന സാധനം ഇല്ലേ, അത് ബ്രാഞ്ചായിട്ട് മാറുന്നതാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. അതൊരു പോയിന്റ് മക്കൾ പഠിച്ചോ. ഫസ്റ്റ് എന്താണ്? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിനെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തിരിക്കുന്നത്, അതായത് നമ്മൾ പറഞ്ഞു ഒരു സ്റ്റിമുലസ് ഉണ്ടായി. ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ റിസപ്റ്റർ അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? ഈ സ്റ്റിമുലസിനെ സ്വീകരിക്കും. എന്നിട്ട് ബ്രെയിനിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവിടെ എന്തോ ഒരു ഇമ്പൾസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ഒരു ഉദ്ദീപനം. ഈ ഉദ്ദീപനത്തിന്, അതായത് നമ്മളിപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ കയ്യിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്തെങ്കിലും ചൂടുള്ള ഒരു വസ്തുവിൽ തട്ടുന്ന സമയത്ത് അവിടെ ഒരു ഇമ്പൾസ് ഉണ്ടായി. ഈ ഇമ്പൾസിനെ കൈയുടെ അവിടെ ഉള്ള ആരാ സ്വീകരിക്കുന്നത്? ന്യൂറോൺസ്, നെർവസ് സെല്ല് സ്വീകരിക്കും. അപ്പോൾ ആദ്യത്തെ നെർവസ് സെല്ല് ഇത് വാങ്ങിച്ചിട്ട് തൊട്ടപ്പുറത്തുള്ളവന് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യണം? ബ്രെയിനിൽ പോകണം. തിരിച്ച് ആ റെസ്പോണ്ട്, നമ്മളെ ബോഡി ഇത് റെസ്പോണ്ട് ചെയ്യണ്ടേ. അപ്പോൾ ഈ ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യുമെന്നറിയാമോ? തൊട്ടപ്പുറത്തിരിക്കുന്ന ന്യൂറോണിൻ്റെ കയ്യിൽ നിന്നും ഇമ്പൾസിനെ സ്വീകരിക്കുന്ന ആളാണ് ആര്? ഡെൻഡ്രൈറ്റ്. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ഒന്നിൻ്റെ തല തൊട്ട് മുന്നേ മറ്റൊന്നിൻ്റെ വാലുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ തല എന്താ വാലെന്താന്നൊക്കെ നമ്മളിപ്പം കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യും? തൊട്ട് മുന്നേ ഇരിക്കുന്ന ന്യൂറോണിൽ നിന്ന് ഇമ്പൾസിനെ സ്വീകരിക്കും. എന്നിട്ട് ഈ ന്യൂറോണിനകത്തൂടെ കടന്ന് ഇങ്ങനെ ആ നീളമുള്ള ഭാഗത്തോട് ഇങ്ങനെ വന്ന് ദേ ഇപ്പുറത്തെ വാലിൻ്റെ ഭാഗത്തോട്ട് പോകണം. എന്നിട്ട് തൊട്ടപ്പുറത്തവന് കൊടുക്കണം. എന്നിട്ട് അവനിൽ നിന്ന് തൊട്ടപ്പുറത്തോട്ട് പോകണം. അങ്ങനെയാണ് ഇതിന് നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യും? തൊട്ട് മുന്നേ ഇരിക്കുന്ന ന്യൂറോണിൽ നിന്നും ഇമ്പൾസിനെ സ്വീകരിക്കും. മനസ്സിലായോ? അപ്പം ഡെൻഡ്രൈറ്റിൻ്റെ ഫംഗ്ഷൻ അതാ. അപ്പം നിങ്ങൾക്ക് ചിലപ്പം ഇത് റീഡ്രോ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചിലപ്പം തരും. പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടപ്പുറത്തിരിക്കുന്ന ന്യൂറോണിൽ നിന്ന് ഉദ്ദീപനത്തിനെ സ്വീകരിക്കുന്ന ആരാണ്? ഡെൻഡ്രൈറ്റ്. മനസ്സിലായോ? പിന്നീട് അടുത്ത ഭാഗം നമുക്ക് ഡെൻഡ്രോണിനെ തന്നെ നോക്കാം. അതായത് ആ മുടിനാര് പോലെ ഇരിക്കുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതായത് നമ്മൾ നെർവിനെ കുറിച്ചാണ് പറയുന്നത്, ന്യൂറോണിനെ കുറിച്ചാണ്, നെർവ് സെൽ, നാഡീകോശത്തിനെ കുറിച്ചാണ് പറയുന്നത്. നാഡീകോശത്തിൻ്റെ കോശ ശരീരമാണ്, സെൽ ബോഡിയാണ് മക്കളെ കാണിച്ചിട്ടുള്ളത്. ആ സെൽ ബോഡി, ആ തല പോലെ ഇരിക്കുന്ന സെൽ ബോഡിയാണ്. സെൽ ബോഡിയിൽ നിന്നുള്ള ഷോർട്ട് ഫിലമെൻ്റ് ആണ് എന്ത്? ഡെൻഡ്രോൺ. മനസ്സിലായോ? കോശ ശരീരത്തിൽ നിന്നുള്ള ചെറിയ തന്തുക്കളാണ് മക്കളെ ഡെൻഡ്രോൺ. ഈ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഡെൻഡ്രോൺ പറഞ്ഞു, ഡെൻഡ്രൈറ്റ് പറഞ്ഞു. അതുപോലെ തന്നെ ഡെൻഡ്രോണിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താ? നമ്മൾ ഈ പറഞ്ഞ ഡെൻഡ്രൈറ്റ് തൊട്ടപ്പുറത്തു നിന്നുള്ള ഇമ്പൾസിനെ ഉദ്ദീപനത്തിനെ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ, ആ സാധനത്തിന് എന്ത് ചെയ്യണം? സെൽ ബോഡിക്കകത്തേക്ക്, കോശ ശരീരത്തിനകത്തേക്ക് കൊടുക്കുന്ന ആളാണ് ആര്? ഡെൻഡ്രോൺ. കണ്ടോ, ഒരു ചുമല് വര കൊണ്ട് ഇങ്ങനെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഡെൻഡ്രൈറ്റ് വാങ്ങിക്കുന്നത് ഡെൻഡ്രോണിൽ നിന്നും പിന്നെ ആ സെൽ ബോഡിക്കകത്തൂടെ ആ നീണ്ട ഭാഗത്തൂടെ ഇങ്ങനെ പോകുന്നു. ഒരു ആരോ മാർക്ക് കാണിച്ചുണ്ടോ? അത് സ്റ്റിമുലസിൻ്റെ പാത്ത് കാണിച്ചേക്കോട്ടെ എങ്ങനെ അത് ന്യൂറോണിനകത്തൂടെ പോകുന്നത് എന്ന്. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഡെൻഡ്രൈറ്റ് പറഞ്ഞു, അടുത്ത ഡെൻഡ്രോൺ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം സെൽ ബോഡി ഉണ്ട്, കോശ ശരീരമുണ്ട്, അതിനകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? ഒരു കോശത്തിൻ്റെ ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 5ാം ക്ലാസ് മുതൽ സയൻസിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട കാര്യം എന്തായിരുന്നു? ഡെൻഡ്രൈറ്റ് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ ഡെൻഡ്രോൺ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് പറയാം? ആക്സോൺ പറയാം. മക്കളെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ പറഞ്ഞു ഡെൻഡ്രൈറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഇമ്പൾസിനെ ആര് വാങ്ങിക്കും? ഡെൻഡ്രോൺ വാങ്ങിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? സെൽ ബോഡിക്കകത്തൂടെ കടന്ന് ആ നീണ്ട ഭാഗം കണ്ടോ? ആക്സോണിനകത്തൂടാണ് അത് പോകുന്നത്. ആക്സോണിൻ്റെ ഫംഗ്ഷൻ ഇതാണ്. സെൽ ബോഡിയിൽ നിന്നും ഇമ്പൾസിനെ വെളിയിലേക്ക് കൊണ്ടുപോകുന്ന ആൾ ആരാണ് എന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ആരാണത്? ആക്സോൺ. അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി ആണ് ആര്? ആക്സോൺ. മനസ്സിലായോ? അതായത് കോശ ശരീരത്തിൽ നിന്ന് കാണുന്ന നീണ്ട തന്തുക്കളെ വിളിക്കുന്ന പേരാണ് ആക്സോൺ. മനസ്സിലായോ? ഈ ന്യൂറോണിൻ്റെ സ്ട്രക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ ആക്സോൺ. മനസ്സിലായോ? അപ്പോൾ ഡെൻഡ്രൈറ്റിൽ നിന്ന് തൊട്ടിപ്പുറത്തെ ഡെൻഡ്രോൺ, അതിനുശേഷം ആക്സോൺ. ഇനി ഈ നീണ്ടുവരുന്ന ആക്സോണിനെ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന ആളാണ് ഷ്വാൻ സെൽ.
അത് അവിടെ നിൽക്കട്ടെ. കാരണം തൊട്ടിപ്പുറത്ത് നമുക്ക് 1-2 കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഷ്വാൻ സെൽ എന്താണെന്ന് മനസ്സിലായോ? അതായത് ആക്സോണിനെ എൻസർക്കിൾ ചെയ്തുകൊണ്ട് ചുറ്റപ്പെട്ടുകൊണ്ട് കാണപ്പെടുന്നതാണ് എന്ത്? ഷ്വാൻ സെൽ. ഷ്വാനിൻ്റെ സ്പെല്ലിംഗ് കണ്ടോ? SCHWANN, ഷ്വാൻ സെൽ. ഇനി ഈ പറഞ്ഞ നീണ്ടിരിക്കുന്ന ഈ ആക്സോൺ എന്ത് ചെയ്യും? അങ്ങ് ബ്രാഞ്ചസ് ആയിട്ട് മാറും. നമ്മൾ മുമ്പേ പറഞ്ഞ ഡെൻഡ്രോൺ എന്ത് ചെയ്തു? ബ്രാഞ്ചസ് ആയിട്ട് ഡെൻഡ്രൈറ്റ് ആയിട്ട് മാറിയില്ലേ ബ്രാഞ്ചസ് ആയിട്ട്? അതുപോലെ ഈ ആക്സോൺ എന്ത് ചെയ്യും? ബ്രാഞ്ചസ് ആയിട്ട് മാറിയിട്ട് ആക്സണൈറ്റ് ആയിട്ട് മാറും. അതായത് ഒരെണ്ണം എന്ത് ചെയ്ത് നമ്മൾ തലയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടുഭാഗം കഴിഞ്ഞ് ഇങ്ങനെ വാലയിലോട്ട് വരിക. അതായത് ഈ നീണ്ടിരിക്കുന്ന സാധനം എന്ത് ചെയ്തു മക്കളെ? അങ്ങ് സ്പ്ലിറ്റ് ആയിപ്പോയി. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ആക്സണൈറ്റ്. ആക്സണൈറ്റ് ആരാണ്? ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. അത് നമുക്ക് തള്ളിൽ നിന്ന് കിട്ടും അല്ലേ? ആ ഒരു ചിത്രം നമുക്ക് അറിയാമെങ്കിൽ അതിനകത്തുനിന്ന് കിട്ടുന്നതേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യം. എന്താണ്? ആക്സോൺ ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നതാണ് ആക്സോണൈറ്റ്. അതൊക്കെ നിസ്സാര കാര്യം. ഇനിയോ ഇതെന്ത് ചെയ്യും? ഈ ആക്സോണിൽ നിന്നുള്ള ഇമ്പൾസിനെ ആ വാലിൻ്റെ അറ്റമുണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് സാധനമാണ്. സിനാപ്റ്റിക് നോബ് എന്നാണ് അവൻ്റെ പേര്. ഈ പറഞ്ഞ സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന ആളാണ് ആക്സണൈറ്റ്. നമുക്കറിയാം, നോക്കിയാട്ടെ, വളരെ സിമ്പിളാട്ടോ. നിങ്ങൾ ആരും പ്രയാസം തോന്നരുത്. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു സാധനം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ ഒരു 50% മനസ്സിലായോ? അത്രയും മതി. പിന്നെ 1-2 പ്രാവശ്യം ടെക്സ്റ്റൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവും. കാരണം ബയോളജി വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചാൽ മതി മക്കളെ. ഒരു അല്പം ക്ഷമ മതി കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു ആക്സോൺ, നീണ്ടിരിക്കുന്ന സാധനം. എന്നിട്ട് എന്ത് ചെയ്യും? അതങ്ങ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആക്സണൈറ്റ് ആയിട്ട് മാറി. ഈ ആക്സണൈറ്റ് എന്ത് ചെയ്യും? ഈ ആക്സോൺ കൊണ്ടുവരുന്ന ഇമ്പൾസിനെ ആർക്ക് കൊണ്ട് കൊടുക്കും? സിനാപ്റ്റിക് നോബ്. ആർക്കാണ്? ഒന്ന് പറഞ്ഞേ. സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആക്സണൈറ്റ് മനസ്സിലായല്ലോ, ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ആണ്. അതുപോലെ തന്നെ ആക്സണൈറ്റ് ക്യാരീസ് ഇമ്പൾസ് ടു ദി സിനാപ്റ്റിക് നോബ്. എന്തുവാ മക്കളെ ഈ സിനാപ്റ്റിക് നോബ്? ഏറ്റവും അറ്റത്തുള്ള സാധനം എന്തോന്നാ? ആക്സണൈറ്റ്. ആക്സോൺ നീണ്ടിരിക്കുക, അത് വീണ്ടും ബ്രാഞ്ചസ് ആയി. അതിൻ്റെ ടിപ്പ്, അതായത് ടിപ്പ് ഓഫ് ദി ആക്സണൈറ്റ് ആണ് സിനാപ്റ്റിക് നോബ്. അടുത്ത പോയിന്റ് നിങ്ങൾ എഴുതി വെച്ചോ. ഒന്നെങ്കിൽ ഫസ്റ്റ് ടൈം എക്സാമിന് 1 വേർഡ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആനുവൽ എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യും? സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അയ്യോ, എന്തുവാ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ? നമ്മളിപ്പം പഠിക്കും കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൈ എവിടെയെങ്കിലും തട്ടി നമുക്കപ്പോൾ എന്ത് ചെയ്തു? ഒരു സ്റ്റിമുലസ് ഉണ്ടായി, അവിടെ ഒരു ഇമ്പൾസ് ഫോം ചെയ്തു. അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് തൊട്ടപ്പുറത്തോട്ട് കൊണ്ടുപോകണ്ടേ? അപ്പോൾ എൻ്റെ അടുത്ത് സാധനം വന്നു, അപ്പം ഞാൻ അടുത്തവന് കൊടുക്കണ്ടേ? അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണ്ടേ? നമ്മളിപ്പം തന്നെ ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ എന്തെങ്കിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മളിവിടെ നിന്ന് തൊട്ടപ്പുറത്തുള്ളവനെ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു രഹസ്യ ലെറ്റർ എഴുതി തന്നെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരാടായി കിട്ടി, തൊട്ടപ്പുറത്തോട്ട് കൊടുത്തു. അപ്പോൾ അവൻ തൊട്ടപ്പുറത്ത് കൊടുക്കുമ്പം അടുത്തിരുന്നത് തെള്ളുമല്ലോ. അങ്ങനെ ഈ ന്യൂറോൺ ഒരാൾക്ക് കിട്ടുന്ന സാധനം തൊട്ടപ്പുറത്തോട്ട് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ചെറിയ 1-2 കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. നമ്മൾ പറയും അസറ്റൈൽ കൊളീനും ഡോപ്പാമിനും ഒക്കെയാണ് ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾസ്. നമ്മൾ പഠിക്കും കേട്ടോ, ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ആദ്യം എന്ത് ചെയ്യും? ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇമ്പൾസ് ഡെൻഡ്രോണിലേക്ക് പോകും, അത് കഴിഞ്ഞ് സെൽ ബോഡി, അതിനുശേഷം ആക്സോൺ, അതിനുശേഷം ആക്സണൈറ്റ്, ഏറ്റവും അവസാനം സിനാപ്റ്റിക് നോബിൽ. സിനാപ്റ്റിക് നോബിൽ എപ്പോൾ ഈ ഇമ്പൾസ് വന്നു അപ്പോഴെന്ത് ചെയ്യും? അത് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യും. കാരണം എന്താ? തൊട്ടപ്പുറത്ത് നമ്മൾ പറഞ്ഞു വാല് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തലയല്ലേ. അപ്പോൾ ഇവൻ്റെ ഈ തുമ്പത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇമ്പൾസ് വന്നു കഴിഞ്ഞാൽ അവൻ അറിയിക്കണം തൊട്ടപ്പുറത്ത്, എടാ വന്ന് നീ അല്ലെങ്കിൽ ഇത് അപ്പുറത്തോട്ട് കൊടുക്കുക എന്നുള്ള. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്ട്രക്ചർ. എന്തിൻ്റെ സ്ട്രക്ചറാ? എന്തോ നമ്മളിപ്പം പഠിക്കുന്നത് ന്യൂറോൺ അല്ലെങ്കിൽ നെർവസ് സെൽ. ഇതെന്തോന്നാ? നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് ന്യൂറോൺ. മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ ഷ്വാൻ സെല്ല് പറഞ്ഞു, ആക്സോണെ പൊതിഞ്ഞ് കാണപ്പെടുന്നതാണ് ഷ്വാൻ സെൽ. ഇനി അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മയലിൻ ഷീറ്റ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞു ആക്സോൺ. ഇവിടെ നോക്കിയാട്ടെ മക്കളെ, തൊട്ട് താഴെ ഒരു ന്യൂറോണിൻ്റെ അടിപൊളി ഒരു പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒളിഗോ ഡെൻഡ്രോസൈറ്റ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, വളരെ നിസ്സാരമായിട്ടോ ഒരു കാര്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതിയേ. അപ്പം നമ്മൾ ഈ ആക്സോൺ കണ്ടോ, എന്നിട്ട് ആ നീണ്ടല്ല നമ്മൾ പറഞ്ഞ് ലോങ് ഫിലമെൻ്റ് ആണ് ആക്സോൺ. ആ ആക്സോണിനെ തൊട്ടിപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ആർക്കും ചിക്കൻ പീസ് ഒന്നും ഓർമ്മ വരരുത്. കാരണം അതുപോലൊക്കെ ഇരിക്കുവാണ്, നമ്മളൊക്കെ ഇങ്ങനെ കടിച്ച് വലിച്ച് പറിക്കുന്ന പോലെയൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ അതൊന്നും കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. ഇത് ആക്സോണിനെ കാണിച്ചേക്കാം. ആ യെല്ലോ കളർ കാണിച്ചിട്ടുണ്ട്, ഒരു യെല്ലോ ഗോൾഡൻ കളർ, അത് ആക്സോൺ ആണ്. അതിനെ
ചുറ്റി കാണപ്പെടുന്ന ലിപ്പിഡിൻ്റെ കൊഴുപ്പിൻ്റെ ആവരണമാണ് മൈലിൻ ഷീത്ത്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ കണ്ടോ, ആക്സോൺ അതിനെ കവർ ചെയ്തുകൊണ്ട് മൈലിൻ ഷീത്ത്, അതിനെ എൻസർക്കിൾ ചെയ്തുകൊണ്ട് കാണപ്പെടുന്നതാണ് ഷ്വാൻ സെൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആക്സോണിനെ എൻസർക്കിൾ ചെയ്ത് കാണപ്പെടുന്നതാണ് ഷ്വാൻ സെൽ എന്ന്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താണ് ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ്, അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വായിച്ചു നോക്കാം. ആക്സോൺ ഓഫ് മോസ്റ്റ് ഓഫ് ദി ന്യൂറോൺസ് ആർ റിപ്പീറ്റ്ലി എൻസർക്കിൾഡ് ബൈ മൈലിൻ. മൈലിൻ എന്താണ്? എ മെംബ്രൈൻ കണ്ടെയ്നിങ് ലിപ്പിഡ്. ദിസ് ഈസ് കോൾഡ് മൈലിൻ ഷീത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊഴുപ്പിൻ്റെ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന കൊഴുപ്പിൻ്റെ ആവരണമാണ് എന്ത്? മൈലിൻ ഷീത്ത്. ഇനി ഈ മൈലിൻ ഷീത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്താണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ആക്സോണിന് എന്തിനാണ് ഇങ്ങനെ വീർപ്പ് മുട്ടിച്ചുകൊണ്ട് ഇതൊക്കെ പൊതിഞ്ഞ് കാണപ്പെടുന്നത്? അപ്പോൾ പക്ഷെ അങ്ങനെയൊന്നും അല്ല, അതിനൊക്കെ പല പല കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ്? മൈലിൻ ഷീറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദി ആക്സോൺ. ഈ നീണ്ടിരിക്കുന്ന ആക്സോണിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളും ഓക്സിജനും ഒക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ മൈലിൻ ഷീത്താണ്. അതുപോലെ തന്നെ ഈ ആക്സോണിൽ കൂടെ പോകുന്ന ഇമ്പൾസസ് ഉണ്ടല്ലോ, അതിൻ്റെ വേഗത കൂട്ടുന്നത്, അതിനെ ആക്സിലറേറ്റ് ചെയ്യുന്നതും ഈ പറഞ്ഞ മൈലിൻ ഷീത്താണ്. അതുപോലെ തന്നെ ഇതൊരു ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് കാണപ്പെടുകയും ചെയ്യും. അതായത് വെളിയിൽ നിന്നുള്ളത് എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നും നമ്മുടെ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളും ഈ മൈലിൻ ഷീത്താണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മൈലിൻ ഷീറ്റിൻ്റെയും ആക്സോണിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനെയും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യും, ഇമ്പൾസിനെ ആക്സിലറേറ്റ് ചെയ്യും, ഇതൊരു ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഈ ഇമ്പൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റിയാണ് കേട്ടോ, ചെറിയ വോൾട്ടിലുള്ള, നമ്മൾ പഠിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത്, അതുകൊണ്ടാണ് അത് പറയാത്തത്. നമ്മൾ പറഞ്ഞില്ലേ ഈ നീണ്ട ആക്സോണിനകത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പൾസ് കടന്നു പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ മൈലിൻ ഷീറ്റാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട്. എന്താണ് ഈ ഇൻസുലേറ്റർ? വൈദ്യുതി കടത്തിവിടാത്തവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്ററിന് അല്ലേ? അപ്പോൾ ആക്സോണിൽ കൂടി ഈ ഇമ്പൾസ് കടന്നു പോകുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് മൈലിൻ ഷീത്ത്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ആക്സോൺ. ആരിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. കേട്ടോ, എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? മൈലിൻ ഷീത്താണ്. അപ്പോൾ മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻസ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. മൈലിൻ ഷീറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദി ആക്സോൺ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫങ്ഷൻ എന്തായിരുന്നു? ആക്സിലറേറ്റ് ഇമ്പൾസസ്. പിന്നെ മൂന്നാമത്തെ ഫങ്ഷൻ എന്താണ്? ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. പിന്നെന്താ പറഞ്ഞത്? ഈ പറഞ്ഞ മൈലിൻ ഷീറ്റ് പ്രൊട്ടക്ട്സ് ആരെ? ആക്സോണിനെ. ആരിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. മനസ്സിലായോ? ഇത് ഇത്രയും മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് ആണ് മക്കളെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ ഈ കുറച്ച് സമയം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഒരു ചാപ്റ്ററൊന്നും കുട്ടികളെ പഠിപ്പിക്കില്ല ഒരിക്കലും. അവർ കുറച്ച് പോർഷനെ നിങ്ങൾ പഠിച്ചാൽ മതി. എത്ര ദിവസം നമുക്ക് ആനുവൽ എക്സാമാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെന്തെങ്കിലും വായിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഡെയിലി കുറേശ്ശെ സമയം ഓരോ സബ്ജക്റ്റിനും കൊടുത്തു വേണം പഠിക്കാൻ കേട്ടോ. ഒന്നിനെയും പ്രയാസമായിട്ട് നിങ്ങൾ കരുതുകയേ ചെയ്യരുത്. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൊടുക്കേണ്ട. വലിയവർ തന്നെ ഇതിപ്പം പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെയൊന്നും ആവരുത്. നിങ്ങൾ നല്ലതായിട്ട് പഠിക്കുക. അപ്പോൾ എന്തായാലും മനസ്സിലായോ ന്യൂറോൺ എന്താണ്, ന്യൂറോണിൻ്റെ പാർട്സ് എന്താണ്, ഇമ്പോർട്ടൻ്റ് പാർട്സ് ഓഫ് ന്യൂറോൺ, അതിൻ്റെ ഫങ്ഷൻസ്, മൈലിൻ ഷീറ്റ് എന്താണ്, മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻസ്. ഇനിയും ഇവിടെ കണ്ടോ ഒളിഗോഡെൻഡ്രോസൈറ്റ്. മക്കളെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് കുറച്ച് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്തൊരു സാധനമാണ് ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ് കേട്ടോ. അതായത് എന്താണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്? പുതിയ അപ്ഡേറ്റ് ചെയ്ത സാധനമാണ് നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. നർവ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. ആക്സോണുകളുടെ കൂട്ടത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? നെർവ് എന്ന് പറയുന്നത്. മൈലിൻ ഷീറ്റ് ഇൻ ദ നെർവ്സ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്. നമ്മൾ ഷ്വാൻ സെല്ലിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. Myelin sheath in the brain and the spinal cord is formed of specialized cells called oligodendrocyte. അതായത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒക്കെ കാണപ്പെടുന്ന ഈ മൈലിൻ ഷീറ്റ് കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. അപ്പം ചോദിക്കുക എന്താണ്, വാട്ട് ഈസ് ഒളിഗോഡെൻഡ്രോസൈറ്റ്? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് by which myelin sheath is formed in brain and spinal cord. അതിൻ്റെ ഡെഫിനേഷൻ നോക്കുക കേട്ടോ. The myelin sheath has a shiny white color. മൈലിൻ ഷീറ്റിൻ്റെ നിറം എന്താണ്? ചെറിയ അല്ലെങ്കിൽ ഇളം വൈറ്റ് കളറാണ്. The part of the brain and spinal cord where myelinated nerves are present in abundance is called white matter, and the part
where non-myelinated nerve cells are present is called grey matter. എന്താണ് വൈറ്റ് മാറ്റർ, എന്താണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞല്ലോ വൈറ്റ് മാറ്ററിന് ഒരു ചെറിയ വെള്ള കളറാണെന്ന്. അപ്പോൾ ഈ ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീറ്റ് ഉള്ള ഭാഗം എന്ത് ചെയ്യും? വെളുത്ത നിറത്തിൽ കാണപ്പെടും. ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. അത് കാണപ്പെടാത്ത ഭാഗമാണ് ഗ്രേ മാറ്റർ. മനസ്സിലായോ? അപ്പോൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അറിയണം. പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് വെയർ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ അബണ്ടൻസ്. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ധാരാളം കാണപ്പെടുന്നത്. അതിന് ആ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. ആൻഡ് ദ പാർട്ട് വെയർ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഈസ് കോൾഡ് ഗ്രേ മാറ്റർ. ദ മേജർ, നമ്മൾ ഓൾറെഡി മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു, ദേ ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദ മേജർ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീറ്റ് ആർ ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദി ആക്സോൺ. ഒന്നുകൂടെ ഓർത്ത് നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു മൈലിൻ ഷീറ്റ് ഉള്ള ഭാഗം വൈറ്റ് മാറ്റർ, അതില്ലാത്തടത്ത് ഗ്രേ മാറ്റർ എന്ന് കാണപ്പെടും. പിന്നെ ഈ മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മൈലിൻ ഷീറ്റ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദി ആക്സോൺ, ആക്സിലറേറ്റ് ഇമ്പൾസസ് ആൻഡ് ഓൾസോ ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ ആൻഡ് പ്രൊട്ടക്ട് ദി ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. അപ്പോൾ ഇത്രയുമാണ് മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേ? ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇമ്പൾസസ് എങ്ങനെയാണ് ഈ ആക്സോൺ നെർവ് സെല്ലിൽ കൂടെ പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ. ട്രാൻസ്മിഷൻ എങ്ങനെയാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്നൊക്കെ നോക്കണം. ടെക്സ്റ്റ് ബുക്ക് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന്, അതിപ്പം 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയിട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കത്തില്ലേ, അവരോടൊക്കെ വിളിച്ചിട്ട് ചോദിക്കണം. ടെക്സ്റ്റ് മാക്സിമം കളക്ട് ചെയ്യുക, എന്നിട്ട് വായിക്കാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒത്തിരി ഇപ്പോൾ ഈ പറഞ്ഞ അത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കണ്ട, കുഴപ്പമില്ല. നിങ്ങൾക്കൊരു 40% ഒരു 50% മാക്സിമം മനസ്സിലായാൽ മതി കേട്ടോ. അപ്പോൾ ന്യൂറോണിൻ്റെ ചിത്രം അത് വരയ്ക്കണം. അത്യാവശ്യമൊക്കെ ഒന്ന് പേപ്പറൊക്കെ നോക്കുന്നവർക്ക് അത് നല്ല ഭംഗിയിൽ അവർക്ക് തോന്നണ്ടേ നിങ്ങൾ ന്യൂറോൺ തന്നെ വരച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തൊട്ട് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ആനുവൽ എക്സാമിന് മുന്നേ ന്യൂറോണിൻ്റെ ചിത്രമൊക്കെ കുറച്ച് പ്രാവശ്യമൊക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രേറ്റ് ചെയ്യുന്ന ഭാഗം ഏതാണ്? സിനാപ്റ്റിക് നോബാണ്. അതുപോലെ തന്നെ ഡെൻഡ്രോൺസിൻ്റെ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേര് ഡെൻഡ്രൈറ്റ് എന്നാണ്. അതുപോലെ തന്നെ സെൽ ബോഡിയിൽ നിന്ന് ഇമ്പൾസിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? ആക്സോൺ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതായത് നമ്മളപ്പോൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ന്യൂറോണിൻ്റെ പാർട്സ്, അതിൻ്റെ ഫങ്ഷൻസ്, ന്യൂറോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഷ്വാൻ സെൽസ് പറഞ്ഞു. അതുപോലെ തന്നെ ന്യൂറോണിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ലിപ്പിഡ് മെംബ്രെയിനാണ് എന്ത്? മൈലിൻ ഷീറ്റ്. മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷനും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം തുടർന്നുള്ള ക്ലാസ് അപ്പം ഞാൻ മനസ്സിലാക്കി വെക്കുക, ഈ PSC ടെക്സ്റ്റ് ബുക്സ് എന്നുള്ളത് PSCക്ക് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് ഇടുന്ന ഒരു ചാനലാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ എന്നും പറഞ്ഞൊരു വീഡിയോ സീരീസ് ഉണ്ട്. തമ്പനയിൽ ഞാൻ പ്രത്യേകം ഒരു ലോഗോ വെക്കും. അപ്പോൾ അത് കുട്ടികൾക്കാണ് എന്നുള്ളത് മനസ്സിലാകുക. പിന്നെ ഒരുവിധം അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന കുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ അല്പം ഫാസ്റ്റായിട്ട് പറഞ്ഞാലും മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ വല്ല പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെയും 10ാം ക്ലാസ്സിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് 10ൻ്റെ ക്ലാസ് ഇടുന്നത് കേട്ടോ, ബയോളജി. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറേശ്ശായിട്ട് പഠിക്കുക. നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, എല്ലാം സ്മൂത്തായിട്ട്, എല്ലാം നല്ലതിനെന്ന് തന്നെ വിചാരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.